ഹലോ എവരിവൺ. ആപ്റ്റിറ്റ്യൂഡ് പരീക്ഷകളെ തന്നെ സയന്റിഫിക് ആക്കുന്നതിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ട് റോള് വഹിക്കുന്ന ഒരു കാര്യമാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതെന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഒരു ക്വിക്ക് ഡിസ്കഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എഫക്റ്റീവ്ലി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾക്ക് മെഷർ ചെയ്തൊരു കാര്യം നാളെയും സിമിലർ ആയിട്ട് സംഭവിക്കുമോ എന്നുള്ളൊരു കാര്യം സയന്റിഫിക് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നൊരു പ്രക്രിയയാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ ഒരു അഭിരുചി പരീക്ഷ എടുത്തു, അതില് നിങ്ങളുടെ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ഭയങ്കര ഹൈ ആണ് എന്നുള്ളൊരു കാര്യമാണ്. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി പ്രകാരം നാളെ സ്പേഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ഇൻവോൾവ് ചെയ്യേണ്ട ടാസ്കുകളിലും നിങ്ങളുടെ പെർഫോമൻസ് ഇതേപോലെ തന്നെ ഹൈ ആകാനുള്ള ചാൻസ് ഉണ്ടാവേണ്ടതാണ്. അതായത് ഏതൊരു അഭിരുചി പരീക്ഷയും നിങ്ങളുടെ ഭാവിയെ എത്ര നന്നായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു വാലിഡിറ്റി എന്നുള്ളൊരു കാര്യം. ലാർജ് നമ്പർ ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ മിസ് ചെയ്യുന്ന ഒരു പാർട്ട് ഈ പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ആണ്. കാരണം അതിന് വളരെ റിഗറസ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ച് ഓവർ ടൈമിൽ പ്രെഡിക്റ്റ് ചെയ്ത കാര്യങ്ങൾ ഫ്യൂച്ചറിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം മെഷർ ചെയ്തിട്ടാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഈ പ്രെഡിക്റ്റീവ് വാലിഡിറ്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിൽ ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമാണ്. താങ്ക് യു സോ മച്ച്.